ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. ഓക്കെ, അപ്പോൾ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കുറച്ച് പേരൊക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സർ വി ഒയുടെ നോട്ടിഫിക്കേഷൻ ഇനി എപ്പോഴാണ് വരുന്നത്? വിഇഒ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരുന്നത്? നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അഥവാ വിഒ എന്ന് പറയുന്ന തസ്തിക നിർത്തലാക്കിയിരിക്കുകയാണ്. ആ ഒരു തസ്തിക നിലവിലില്ല. കാരണം വകുപ്പ് ഏകീകരണമൊക്കെ നടന്നതിന് ശേഷം വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന തസ്തിക നിർത്തലാക്കി. പകരം അത് LDC ലിസ്റ്റിൽ നിന്നായിരിക്കും ഇനി നിയമനം നടക്കുന്നത്. LDCയുടെ ലിസ്റ്റിൽ നിന്നാണ് ഇനി ഇതിലേക്ക് നിയമനം നടക്കാൻ വേണ്ടി പോകുന്നത്. വിഒ ഗ്രേഡ് 2 എന്ന് പറയുന്ന ഗ്രാമവികസന വകുപ്പിലേക്കുള്ള വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ ആ ഒരു തസ്തിക എന്ത് ചെയ്തു? നിർത്തലാക്കിയിരിക്കുകയാണ്. പകരം ഇനി LDCയുടെ ലിസ്റ്റിൽ നിന്ന് നിയമനം നടക്കും. എന്നാൽ നിലവിലിരിക്കുന്ന ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, നിലവിലിരിക്കുന്ന ലിസ്റ്റ്, കുറച്ച് ജില്ലകളുടെ ലിസ്റ്റ് എന്ത് ചെയ്തു? റദ്ദായി. പക്ഷെ കുറച്ച് ലിസ്റ്റ് നിയമനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലിസ്റ്റിൽ നിയമനവും നിർത്തിയോ എന്നാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒരു തൊഴിൽ പ്രസിദ്ധീകരണം ചോദിച്ചത്. അത് തന്നെയാണ് നമ്മളും ചോദിക്കുന്നത്, നിയമനം നിർത്തിയോ? കാരണം ലിസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു തസ്തിക നിർത്തലാക്കി, പക്ഷേ കുറച്ചുകൂടി ആൾക്കാരെ ഉദ്ദേശിച്ചുള്ള നിയമനം ഉണ്ടല്ലോ, അതും നിർത്തിയോ? ഇങ്ങനെ ഒരു തസ്തിക തന്നെ ഇല്ലാതാക്കുകയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ലാതാക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. ഇതിലേക്കുള്ള വിജ്ഞാപനം എന്ത് ചെയ്തു? ഇനി മുതൽ ഉണ്ടാവില്ല, അതാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ നമുക്ക് നോക്കാം, കഴിഞ്ഞ ദിവസം തൊഴിൽ വീതിയിൽ വന്ന ഒരു ഇതാണ്. അതിൽ ജില്ല കൃത്യമായി കൊടുത്തിട്ടുണ്ട്, ലിസ്റ്റ് നിലവിൽ വന്ന തീയതി, നിയമന ശുപാർശ ഇതുവരെ NJD ഉൾപ്പെടെ അവസാന നിയമന ശുപാർശ നൽകിയത്, മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ എന്നിങ്ങനെയാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ നോക്കുക, തിരുവനന്തപുരം ജില്ലയുടെ ലിസ്റ്റ് വന്നത് 18/3/2021 18/3/2021. 22 1 വർഷം, 23 2 വർഷം, 24 3 വർഷമായി. മാർച്ച് മാസം കഴിഞ്ഞതോടെ ആ ലിസ്റ്റ് കാലഹരണപ്പെട്ടു. ആകെ നിയമന ശുപാർശ എന്ന് പറയുന്നത് 107 ആണ്. അതിൽ 38 NJD ആണ്. 107 38 NJD. 2/4/2024 അവസാനമായിട്ട് അതിൽ അഡ്വൈസ് പോയിരിക്കുന്നത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 143 പേര് എടുത്ത്, കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 143 പേര് എടുത്തതാണ് ഇവിടെ വെറും 107 ചുരുങ്ങിയത്. അതിൽ 38 എണ്ണം NJD കൂടിയാണ്. കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ 16/2/2021 ലിസ്റ്റ് വന്നു. 54 പേരെയാണ് ആകെ എടുത്തത്. അതിൽ 14 NJDയും. നിങ്ങൾ നോക്കുക, 28/2/2024 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 150 പേര് എടുത്തു. ഇത്തവണ 54 പേര്, NJD ഉൾപ്പെടെ 54 പേര്. പത്തനംതിട്ട ജില്ലയിലേക്ക് വന്നാൽ 2/12/2022 ആണ്. അത് 51 പേരെയാണ് എടുത്തിരിക്കുന്നത്. 13 NJD. 13/3/2024 അവസാന നിയമന ശുപാർശ പോയി. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 136 പേര് എടുത്ത ലിസ്റ്റിൽ നിന്ന് ഇതുവരെ 51 പേര്. കുറച്ച് മാസങ്ങളേ ഉള്ളൂ. ആലപ്പുഴ ജില്ലയിൽ 10/11/2021 55 നിയമന ശുപാർശ കൊടുത്തു. 18 NJD ആണ്. 17/7/2020 അവസാനത്തെ അഡ്വൈസ് പോയിട്ടുണ്ട്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 125 പേര് എടുത്തു. ഇത്തവണ 55 പേര്. കോട്ടയം ജില്ല 2/12/2021 43 അഡ്വൈസ് കൊടുത്തു. 16 NJD. 11/7 അവസാന ശുപാർശ പോയി. 98 പേരെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് എടുത്തു. ഇതുവരെ 43 പേര്. 2-3 മാസം ഇനി ലിസ്റ്റിൽ കാലാവധി ഉള്ളൂ. ഇടുക്കിയിലേക്ക് വരുമ്പോൾ 8/7/2021 31 നിയമന ശുപാർശ നൽകി. 5 NJD. 5/7/2024 അവസാന ശുപാർശ വന്നിരിക്കുന്നത്. 120 പേരെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് എടുത്തെടുത്ത് ഇത്തവണ എടുത്തത് എത്രയാണ്? 31 പേര്. എറണാകുളം ജില്ലയിലേക്ക് 22/2/2022 വന്നത്. 150 പേരെയാണ് ഇതുവരെ എടുത്തിരിക്കുന്നത്. 150 പേരെ. 43 NJD ആണ്. കഴിഞ്ഞ ലിസ്റ്റിൽ 123 പേർക്കാണ്. പക്ഷെ ഇത്തവണ 150 പേർക്ക് നിയമനം കിട്ടിയിട്ടുണ്ട്. തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ 11/11/2021 വന്നു. 127 പേർക്ക് നിലവിൽ അഡ്വൈസ് പോയിട്ടുണ്ട്. 41 NJD ആണ്. 7/8 അവസാന ശുപാർശ. 122 പേർക്ക് നിയമനം കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് കിട്ടി. ഇത്തവണ കൂടുതലാണ് എന്ന് വേണം നമുക്ക് പറയാം. 1-2 മാസം കൂടി കാലാവധിയുണ്ട്. പാലക്കാട് ജില്ല 22/2/2022 ആണ്. 89 നിയമന ശുപാർശ പോയി. 28 NJD. 20/7/2024 അവസാന ശുപാർശ. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 165 പേർക്ക്, ഇവിടെ 89 പേർക്ക് മാത്രമാണ്. മലപ്പുറത്തേക്ക് നോക്കുക, മലപ്പുറം 23/6/2021 75 നിയമന ശുപാർശ. അതിൽ 19 NJD. 26/6/2024 അവസാന ശുപാർശ. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 232 പേർക്ക് പോയെടുത്ത് ഇത്തവണ 75 പേർ, NJD ഉൾപ്പെടെ 75 പേർ. കോഴിക്കോട് ജില്ല നോക്കുക, കോഴിക്കോട് 13/4/2021 ലിസ്റ്റ് വന്നു. 54 പേർക്കാണ് നിയമന ശുപാർശ കിട്ടിയത്. 20 NJD ഉൾപ്പെടെ. 15/4/2020 അവസാന ശുപാർശ പോയി.
127 പേർക്ക് കിട്ടിയെടുത്ത് നിന്നാണ് കഴിഞ്ഞ തവണ കൊടുത്തെടുത്താണ് ഇത്തവണ 54 പേർക്ക് മാത്രമായി ചുരുങ്ങിയത്. വയനാട് ജില്ലയിലേക്കാണെങ്കിൽ 11/1/2022 ലിസ്റ്റ് നിലവിൽ വന്നത്. നിയമന ശുപാർശ 17 NJD. കഴിഞ്ഞ തവണ 45 പേർക്കാണ് നിയമനം കൊടുത്തിരുന്നതെന്ന് മനസ്സിലാക്കുക. കണ്ണൂർ ജില്ലയിൽ 24/3/2021 ലിസ്റ്റ് നിലവിൽ വന്നത്. 27 പേർക്കാണ് നിയമന ശുപാർശ 12 NJD ഉൾപ്പെടെ. 18/3/2024 അവസാനത്തെ നിയമന ശുപാർശ കൊടുത്തു. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 153 പേർക്ക് നിയമനം കൊടുത്തെടുത്ത് ഇത്തവണ 27 പേർ NJD ഉൾപ്പെടെ. ഇനി കാസർഗോഡ് 10/2/2022 ലിസ്റ്റ് വന്നത്. 38 പേർക്ക് നിയമന ശുപാർശ കൊടുത്തു. 15 NJD ഉൾപ്പെടെ. 9/8/2024 അവസാനത്തെ ശുപാർശ പോയി. 49 പേർക്കാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് പോയത്. ഇത്തവണ 38 പേർക്ക് കിട്ടി. കുറച്ച് മാസങ്ങൾ കൂടിയുണ്ട്. നിങ്ങൾ നോക്കുക, ആകെ 918 നിയമന ശുപാർശയാണ് ആകെ വന്നിരിക്കുന്നത്. 918. കഴിഞ്ഞ തവണ 1788 പേർക്ക് കിട്ടിയെടുത്തുനിന്ന് ഇത്തവണ 918 പേർക്ക് മാത്രമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, 6 ജില്ലകളിൽ എന്താണ് ലിസ്റ്റ് ക്യാൻസൽ ആയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ലിസ്റ്റ് റദ്ദായി, ക്യാൻസലായി. നിങ്ങൾക്ക് മലപ്പുറത്ത് 232 പേർ കിട്ടി. ഇത്തവണ 75 പേർ. എത്രത്തോളം കുറവ് അതിലേക്ക് വന്നു, അതാണ് ആ ഒരു. ഇനി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിലേക്ക് വന്നാൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഈ ലിസ്റ്റ് തീരും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ഈ 4 ജില്ലകളിൽ എന്ത് ചെയ്യും? നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് ലിസ്റ്റിന്റെ കാലാവധി തീരും. വയനാടാണെങ്കിൽ ജനുവരി 10 തീരും. എറണാകുളം, പാലക്കാട് ആണെങ്കിൽ ഫെബ്രുവരി 21, കാസർഗോഡ് ഫെബ്രുവരി 9 തീരും. അതായത് ഇനി അവസാനിക്കാനുള്ള 8 ജില്ലകൾ. 8 ജില്ലകളിൽ ഇനി എന്താണ്, അതിൽ 4 ജില്ലകളിൽ ഈ 2 മാസം കൊണ്ട് ലിസ്റ്റ് തീരും. ബാക്കി 4 ജില്ലകളിലാണ് കുറച്ചുകൂടി സമയമുള്ളത്. പക്ഷേ ഇവിടെ ഒന്നും നിയമനം കൃത്യമായി നടക്കുന്നില്ല. അതാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. നിയമനം നടക്കുന്നില്ല. LDCക്കും ഇതേ ഗതി വരുമോ എന്നാണ് ഇന്ന്. കാരണം LDCയുടെ ഒക്കെ ഒഴിവുകളൊക്കെ വളരെ കുറഞ്ഞ് തന്നെ വരികയാണ്. ഇപ്പൊ LP UP ഒക്കെ എടുത്തു നോക്കുക. നിങ്ങൾ മലപ്പുറം ജില്ലയിലൊക്കെ എടുത്തു നോക്കുക. വളരെ വളരെ പരിതാപകരമാണ് അവസ്ഥ. 376 പ്ലസ് ആണ് ഇപ്പൊ നിലവിൽ LP UPയുടെ മലപ്പുറം UPയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അത് ഇനിയിപ്പോ ഒക്ടോബർ 10 അടുത്ത ഒക്ടോബർ 10 എന്താണ് ലിസ്റ്റ് അവസാനം. ഈ വരുന്നതല്ല, അത് കഴിഞ്ഞ് ഇനി 1 വർഷത്തോളം മാത്രമേ ആ ലിസ്റ്റിന് കാലാവധി ഉള്ളൂ. ആ 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് വന്നത് 376 പ്ലസ് ആണ്. ഇനി 1 വർഷം കൊണ്ട് ഏറിപ്പോയ ഒരു 200 വരെ പ്രതീക്ഷിക്കാം. 200 വന്നാൽ പോലും 476 അല്ലെങ്കിൽ ഇത് 600 പേര്. ഓക്കെ, 600 പേര് മാത്രം. അതിൽ കൂടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അത്രത്തോളമാണ് അവസ്ഥ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇനി പുതിയ ലിസ്റ്റ് ഒക്കെ വരാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്തൊക്കെയുള്ള ഈ ഒരു പ്രശ്നം, അതായത് പരമാവധി ആളുകളെ കുറയ്ക്കുകയാണ്. പരമാവധി ആളുകളെ കുറക്കുന്നു, പരമാവധി കാര്യങ്ങളൊക്കെ മാറ്റുന്നു. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഒരു നടപടികൾ പ്രതീക്ഷിച്ചേ മതിയാവും. കാരണം എല്ലാത്തിലും ഇങ്ങനെ ആളുകളെ കുറക്കുന്നു. പോലീസിന്റെ അവസ്ഥ, ഒഴിവുകൾ വേണം അല്ലെങ്കിൽ പോലീസിൽ ആളുകൾ വേണമെന്നൊക്കെ ഒരു വശത്ത് പറയുന്നു. പക്ഷെ മറുവശത്ത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. എല്ലാം ഒരു പ്രശ്നത്തിലേക്ക് നീങ്ങുകയാണ്. ശക്തമായ ഒരു പ്രക്ഷോഭം തന്നെ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം തന്നെ ഇതിനെതിരെ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. കാരണം ഒഴിവുകൾ പരമാവധി റിപ്പോർട്ട് ചെയ്യിപ്പിക്കാനുള്ള നടപടി ഉണ്ടാവണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. അത് PSCയിലേക്ക് എത്തിക്കുകയും വേണമെന്നാണ് പറയാനുള്ളത്. PSC കുറച്ചുകൂടി സ്പീഡായിട്ട് പോകുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ചില കാര്യങ്ങളിലൊക്കെ PSC ഷോർട്ട് ലിസ്റ്റിന്റെ ആയാലും റാങ്ക് ലിസ്റ്റിന്റെ ആയാലും എക്സാം നടത്തുന്ന കാര്യമായാലും ഒക്കെ കൃത്യമായ വേഗത കാണിക്കുന്നുണ്ട്. പക്ഷെ മറ്റ് വകുപ്പുകളുടെ ഇടയിൽ നിന്ന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ ഭയങ്കരമായ കാലതാമസം അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായി കണക്കാക്കേണ്ടത്. അപ്പൊ പരമാവധി ഒഴിവുകളൊക്കെ എന്തായത് PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് റാങ്ക് ഹോൾഡേഴ്സിന്റെ ഒക്കെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് വരുന്ന പരീക്ഷകളിലെങ്കിലും വരുന്ന തസ്തികകളിലെങ്കിലും ഏറ്റവും മികച്ച ഒരു റാങ്കിലേക്ക് എത്തിയ ആളുകൾക്ക് പോലും ജോലി കരസ്ഥമാക്കാൻ വേണ്ടി സാധ്യതയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എന്താണ്, VO എന്ന് പറയുന്ന തസ്തിക നിർത്തലാക്കിയിരിക്കും. ഇനി LDCയുടെ ആ രീതിയിലേക്ക് LDCയിൽ നിന്നാണ് ഇതിലേക്ക് നിയമനം വരിക എന്നുകൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്